എല്ലാവർക്കും ഫൈറ്റെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വർക്ക് എഫിഷ്യൻസി ടൈം, പ്രവൃത്തി, കാര്യക്ഷമത, സമയം എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധത്തെ പറ്റി നമുക്കൊന്ന് ആലോചിക്കാം. പ്രവൃത്തി, ഒരു ആൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആളുടെ കാര്യക്ഷമതയ്ക്ക് അനുസരിച്ചായിരിക്കും ആൾ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആളുടെ എഫിഷ്യൻസിക്ക് അനുസരിച്ചായിരിക്കും ആളുടെ വർക്ക് ചെയ്യുക. നല്ല എഫിഷ്യൻസി ഉള്ള ആളാണ് അല്ലെങ്കിൽ നല്ല കാര്യക്ഷമതയുള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാളുടെ പണി പെട്ടെന്ന് തന്നെ തീർക്കും. എന്നാൽ കുറച്ച് കാര്യക്ഷമത കുറവുള്ള ആളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് എഫിഷ്യൻസി കുറവുള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാളുടെ ജോലി കുറച്ചും കൂടി സമയം കൂടുതൽ എടുത്തിട്ടായിരിക്കും തീർക്കുക. അപ്പോൾ ഇതാണ് ഈ വർക്കും എഫിഷ്യൻസി ടൈമും തമ്മിലുള്ള ബന്ധം. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് തുടങ്ങാം. ഒരാൾ ഒരു ജോലി 2 ദിവസം കൊണ്ട് തീർത്തു. അപ്പോൾ ഒരു ജോലി 2 ദിവസം കൊണ്ട് തീർത്തു. അപ്പോൾ 2 days. ഇനി അതേ ജോലി സെയിം വർക്ക് ഇടാം. അപ്പോൾ സെയിം ബിക്ക് 3 ദിവസം എടുത്തു എന്ന് വിചാരിക്കുക. എക്ക് ഒരു ജോലി തീർക്കാനായിട്ട് 2 ദിവസം സമയമെടുക്കും. അതേ ജോലി തീർക്കാൻ ബിക്ക് 3 ദിവസം സമയമെടുക്കും. എങ്കിൽ എയും ബിയും ചേർന്നിട്ട് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ 1/2 സമയം കൊണ്ട് തീർക്കും. ബി 1/3 സമയം കൊണ്ട് തീർക്കുമെങ്കിൽ അവർ രണ്ടുപേരുടെയും കൂടി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ 1/2ഉം 1/3യും കൂടെ കൂട്ടും. അപ്പോൾ 1 into 3 3 plus 1 into 2 2 into 3 6. അതായത് 5/6 എന്ന് വരും. ഇനി ഉത്തരം കിട്ടാനായിട്ട് നമ്മൾ ഈ 5/6നെ എന്ത് ചെയ്യും? തലതിരിച്ചിടും. 5/6നെ തലതിരിച്ചിടും. അപ്പോൾ 6/5. 6-5 ഒരു വട്ടം പോവും, ബാക്കി 1 പോയിന്റ് ഇട്ടു. 10-5 2 വട്ടം. അപ്പോൾ എക്കും ബിക്കും കൂടെ ഒരുമിച്ച് 1.2 ദിവസം കൊണ്ട് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നിന്നും നമ്മളൊരു ഇക്വേഷനിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. എക്ക് 2 days എന്നുള്ള കൊടുത്ത് ഞാൻ എക്ക് എക്സ് ദിവസം കൊടുക്കാൻ പോകും. അപ്പോൾ എക്ക് എക്സ് ദിവസം. ബിക്ക് 3 ദിവസം എന്നുള്ള കൊടുത്ത് ഞാൻ ബിക്ക് വൈ ദിവസം കൊടുക്കാൻ പോകും. വൈ ദിവസം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടി ചേർന്ന് എത്ര ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും? അപ്പോൾ താഴത്ത് എ പ്ലസ് ബി ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ വരിക എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ ആ ഇക്വേഷൻ ഇട്ടിട്ട് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം, എക്സ് 2 ഇൻറ്റു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസം, 3 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 2 2 പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ 6/5 എന്ന് തന്നെ വരും. അപ്പം ഇതേ ഉത്തരം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ ഇക്വേഷനിൽ ഇട്ടാലും നമ്മൾ പറഞ്ഞ വഴി കൂടെ ചെയ്താലും ഉത്തരം സെയിം തന്നെയായിരിക്കും കിട്ടുക. അടുത്തൊരു ചോദ്യം നോക്കുക. എക്ക് ഒരു ജോലി തീർക്കാനായിട്ട് 6 ദിവസം എടുക്കും. അപ്പോൾ എക്ക് 6 ദിവസം. ബിക്ക് അതേ ജോലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 12 ദിവസം എടുക്കും. അപ്പോൾ ബിക്ക് 12 ദിവസം. എയും ബിയും കൂടെ ചേർന്നിട്ട് എത്ര ദിവസം കൊണ്ട് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യും? അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു നമുക്ക് ഈസി ആയിട്ട് ഇക്വേഷനിൽ ഇട്ടുകൊണ്ട് ചെയ്യാം എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ദിവസം, വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ദിവസം, എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 6 പ്ലസ് 12 എന്ന് വരും. അപ്പോൾ 6 × 12
36 72 എന്ന് വരും. 6 + 12 18 എന്ന് വരും. ഇനി ഇത് ചെറുതാക്കും. 9 2 വട്ടം, 9 8 വട്ടം, 8 4, ഉത്തരം 4 ദിവസം. അപ്പോൾ എനിക്ക് എ 6 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, ബി 12 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെങ്കിൽ എയും ബിയും കൂടെ ചേർന്നിട്ട് 4 ദിവസം കൊണ്ട് ഇതേ ജോലി കംപ്ലീറ്റ് ചെയ്യും. എക്ക് ഒരു ജോലി ചെയ്യാൻ 5 ദിവസം എടുക്കും, ബിക്ക് ഒരു ജോലി ചെയ്യാൻ 6 ദിവസം എടുക്കുന്നുണ്ടെങ്കിൽ എക്കും ബിക്കും കൂടി ആ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? നമ്മൾ ആദ്യം ചെയ്ത ചോദ്യത്തിൻ്റെ അതേ മോഡലാണ്. അപ്പോൾ നമ്മൾ മറ്റൊരു വഴിയിലൂടെ ആ ചോദ്യം ചെയ്യാനായിട്ട് പോവാണ്. എക്ക് 5 ദിവസം, ബിക്ക് 6 ദിവസം. കണ്ടുപിടിക്കേണ്ടത് എക്കും ബിക്കും കൂടെ ആ ജോലി ചെയ്യാനായിട്ട് എത്ര ദിവസം എടുക്കുന്നതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ എ എഴുതി, ബി എഴുതി, താഴത്തേക്ക് 2 പേരെ. എക്ക് 5 ദിവസം, അപ്പോൾ എയുടെ അവിടെ 5 എഴുതി, ബിക്ക് 6 ദിവസം, ബിയുടെ അവിടെ 6 എഴുതി. ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് 2 പേർക്കും കൂടെ, അല്ലെങ്കിൽ അവരാകെ ചെയ്ത പ്രവൃത്തിയുടെ അളവ്, അവരാകെ ചെയ്ത വർക്കിൻ്റെ അളവ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോണേ. അതിനായിട്ട് 5ൻ്റെയും 6ൻ്റെയും LCM എടുക്കണം. ഏറ്റവും വലിയ നമ്പർ 6 ആണ്. 6 6 12, 12 5ൻ്റെ മൾട്ടിപ്പിൾ അല്ല, പിന്നെ അതുപോലെ 18 അല്ല, 24 അല്ല, 30 അതെ. അപ്പം അതായത് 5ൻ്റെയും 6ൻ്റെയും LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 എന്ന് വരും. 5ൻ്റെയും 6ൻ്റെയും LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 എന്ന് വരും. 6 30 ആവാൻ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇൻറ്റു 5. 5 30 ആവാൻ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇൻറ്റു 6. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വെറ്റ്, വർക്ക് എഫിഷ്യൻസി ടൈം, വെറ്റ്. അപ്പോൾ വെറ്റിന്ന് പഠിച്ചു വയ്ക്കാം. നമ്മൾ ആ ട്രയാങ്കിൾ വരച്ചു. മുകളിൽ W, വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി, താഴത്തി ഇപ്പുറത്തെ. അപ്പോൾ ഇവിടുന്ന് ഈ തന്നിരിക്കുന്നതാണ് വർക്ക്, ഇതാണ് ബിയുടെ എഫിഷ്യൻസി, ഇതാണ് എയുടെ എഫിഷ്യൻസി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്കും ബിക്കും കൂടെ എത്ര ടൈം കൊണ്ടായിരിക്കും ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്? ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ടൈം ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി, പ്രവൃത്തി ബൈ കാര്യക്ഷമത. അപ്പോൾ ഇവിടെ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 അവരുടെ പ്രവൃത്തി. അപ്പോൾ 30 എഫിഷ്യൻസി ഇട്ട് കൊടുക്കുമ്പോൾ, അവരുടെ കഴിവ് ഇട്ട് കൊടുക്കുമ്പോൾ ഈ 5ഉം ഈ 6ഉം കൂടെ കൂട്ടണം. കാരണം 2 പേരും കൂടെ ചെയ്യുന്ന ജോലിയാണ് കണ്ടുപിടിക്കുന്നത്. 2 പേരും കൂടി ചെയ്യുന്ന ജോലി. അപ്പം അതിനെടുക്കുന്ന സമയത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ 2 പേരുടെയും കഴിവിനെ കൂടി കൂട്ടണം. അപ്പോൾ 11 വരും. 30 ബൈ 11, 11 11 22. ഇപ്പോൾ 2 പോയിന്റ്, ബാക്കി 8 വരും. 80 11 7 വട്ടം. അപ്പോൾ 2.7 ദിവസം വരും. എ ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്യും, അതേ ജോലി ബി 15 ദിവസം കൊണ്ട് ചെയ്യുമെങ്കിൽ എയും ബിയും കൂടെ ചേർന്നിട്ട് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നതാണ് ചോദ്യം. അപ്പോൾ എ ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്യും, ബി അതേ ജോലി 15 ദിവസം കൊണ്ട് ചെയ്യും. നമ്മൾ ഇക്വേഷൻ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ xy/x+y ചെയ്യും, നമുക്ക് ഉത്തരം കിട്ടും. കൂടെ നമുക്കൊരു ഇക്വേഷനും അല്ലെങ്കിൽ ഒരു വഴിയും കൂടെ പഠിച്ചു വയ്ക്കാം. എ 10 ദിവസം, ബിക്ക് 15 ദിവസം. അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാൻ കാണാൻ പോണത് അവരുടെ LCM ആണ്. ആ LCM ആയിരിക്കും അവരുടെ വർക്ക്. അവരെത്ര പ്രവൃത്തി ചെയ്തോ അതായിരിക്കും അവരുടെ, അല്ലെങ്കിൽ അവർ എത്ര ജോലി ചെയ്തോ അതായിരിക്കും അവരുടെ LCM വരിക. അപ്പോൾ വലിയ നമ്പർ 15 ആണ്. 15ൻ്റെ മൾട്ടിപ്പിൾ ആലോചിച്ചു. 15 30, 10ൻ്റെ മൾട്ടിപ്പിളാണ് 30. അപ്പോൾ നമുക്ക് 30 എന്തായിട്ട് എടുക്കാം? LCM ആയിട്ട് എടുക്കാം. 30 LCM ആയിട്ട് എടുക്കാം. 15 × 2 30, 10 × 3 30. ഇപ്പം ഈ × 2 എന്ന് എഴുതിയിരിക്കുന്നത് ആ 2 ആണ് ബിയുടെ എഫിഷ്യൻസി.
3 എയുടെ എഫിഷ്യൻസി, അവരുടെ കഴിവ് അല്ലെങ്കിൽ അവരുടെ കാര്യക്ഷമത. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മുടെ വെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാണ്. വെറ്റ്, അപ്പോൾ വെറ്റ് എന്ന് പറയുമ്പോൾ WET, ട്രയാങ്കിൾ വരച്ചു. ഇതിൽ നമുക്ക് വേണ്ടത് ടൈം, എയും ബിയും കൂടെ എത്ര സമയം കൊണ്ട് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നതാണ് വേണ്ടത്. അപ്പം അതിനായിട്ട് T = W/E എന്ന് വരും. അതിൽ വർക്ക് ഞാൻ പറഞ്ഞു 30 അവരുടെ വർക്ക്. ഇനി എഫിഷ്യൻസി ആലോചിക്കണം. ഒരാളുടെ എഫിഷ്യൻസി എല്ലാം എടുക്കേണ്ട, 2 ആളുടെയും കൂടെ എഫിഷ്യൻസി വേണം എടുക്കാൻ. കാരണം 2 പേരും കൂടി ചെയ്ത ജോലിയാണ് നമുക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ 2 പേരും കൂടി എത്ര സമയം കൊണ്ട് ആ ജോലി ചെയ്യുന്നതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഈ 2 ഈ 3 കൂടെ കൂട്ടുക, ഉത്തരം 5 എന്ന് വരും. 30/5 6 ദിവസം വരും. അപ്പോൾ എക്കും ബിക്കും കൂടെ ആ ജോലി ചെയ്യാനായിട്ട് 6 ദിവസം എടുക്കും. അടുത്തൊരു ചോദ്യം, എക്ക് ഒരു ജോലി ചെയ്യാൻ 20 ദിവസം എടുക്കും, ബിക്ക് അതേ ജോലി ചെയ്യാൻ 30 ദിവസം എടുക്കും. എങ്കിൽ എക്കും ബിക്കും കൂടെ അതേ ജോലി ചെയ്യാനായിട്ട് എത്ര ദിവസം എടുക്കുന്നതാണ് ചോദ്യം. അപ്പോൾ എക്ക് 20 ദിവസം, ബിക്ക് 30 ദിവസം. കണ്ടുപിടിക്കേണ്ടത് എക്കും ബിക്കും കൂടെ എത്ര ദിവസം എടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ LCM ആലോചിക്കണം. ഏറ്റവും വലിയ നമ്പർ 30 30ന്റെ മൾട്ടിപ്പിൾ ആലോചിക്കുക. 30 60. 60 ആരുടെ മൾട്ടിപ്പിളാ? 20ന്റെ മൾട്ടിപ്പിളാ. അപ്പോൾ ആരെ LCM വരിക? 60 ആയിരിക്കും LCM വരിക. അപ്പോൾ 60 താഴത്തെ എഴുതി. ഈ 60 വർക്ക്. ഇനി വേണ്ടത് എഫിഷ്യൻസിയാ. 30 × 2 60. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി കിട്ടി. 20 × 3 60. അപ്പോൾ എയുടെ എഫിഷ്യൻസി കിട്ടി, അല്ലെങ്കിൽ എയുടെ കാര്യക്ഷമത കിട്ടി. നമ്മൾ ഇക്വേഷൻ എഴുതി. വെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ W വർക്ക്, ഈ എഫിഷ്യൻസി, T ടൈം. നമുക്ക് വേണ്ടത് T ആണ്. അപ്പോൾ T = വർക്ക് ബൈ എഫിഷ്യൻസി. വർക്ക് എത്രയാ? 60. എഫിഷ്യൻസി എത്രയാ? ഈ 2ഉം ഈ 3ഉം കൂടെ കൂട്ടണം. അപ്പോൾ 5 എന്ന് വരും. 5 5 ബാക്കി 1 2. ഉത്തരം 12 ദിവസം വരും. അതായത് ഈ കണക്കിൽ എക്കും ബിക്കും കൂടെ ഈ ജോലി ചെയ്യാനായിട്ട് 12 ദിവസം എടുക്കും. ഇവിടെ എയും ബിയും കൂടെ 10 ദിവസം കൊണ്ട് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യും. ബി ഒറ്റയ്ക്ക് 15 ദിവസം കൊണ്ട് അതേ ജോലി കംപ്ലീറ്റ് ചെയ്യും. എങ്കിൽ എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ആ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. നേരത്തെ നമ്മൾ എ 1/x കൊണ്ടും ബി 1/y കൊണ്ടും ആണെന്നുണ്ടെങ്കിൽ അവർ 2 പേരും കൂടെ എങ്ങനെയാ? x + y/xy ദിവസം കൊണ്ട് ആ ജോലി കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ ആയിട്ട് പഠിച്ചത് xy/x + y. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഇവിടെ തന്നിരിക്കുന്നത് ഈ ഉത്തരമാണ് 10 days, അതായത് 10 ദിവസം എന്നുള്ളത്. അതായത് ഞാനിവിടെ എന്ത് ചെയ്തു? 10 ദിവസം, 1/10 ദിവസം എഴുതി. ഇനി ഇവിടെ ബി, അതായത് 1/15 ദിവസം. എയും ബിയും കൂടെ 1/10, ബി ഒറ്റയ്ക്ക് 1/15, എ ആണെങ്കിൽ 1/x എന്ന് കൊടുത്തു. ഇതിന് എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എ ഒറ്റയ്ക്ക് ഇതേ ജോലി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതായത് 1/x = 1/10. സമത്തിൻ്റെ പ്രതി പോകുമ്പോൾ -1/15. 1/10 1 × 15 15, 1 × 10 10, 10 × 15 150. 1/x = 15ന്റെ 10 പോയ 5/150. 15ൽ 5 3 വട്ടം ബാക്കി 1/30. അതായത് ഇവിടെ നിന്ന് x = 30 ദിവസം കിട്ടും. x = 30 ദിവസം കിട്ടും. അതായത് എ ഒറ്റയ്ക്ക് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 30 ദിവസം മതി. ഇനി നമുക്ക് വേറൊരു വഴിയും കൂടെ ഇതിൻ്റെ കൂടെ പഠിക്കാം. ഇനി നമുക്കൊരു ഇക്വേഷൻ മുഖേന ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇതിനെ x എന്ന് വിളിക്കുക, ഇതിനെ y എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ xy/y
വൈ മൈനസ് എക്സ് എന്ന് വരും. അപ്പോൾ എക്സ് വൈ 10 × 15 150 ബൈ 15 മൈനസ് 11, അതായത് 150 ബൈ 15 പോയ 5. 30 ദിവസം വരും. അപ്പോൾ എക്കും ബിക്കും കൂടിയിട്ടൊരു ജോലി ചെയ്യാനായിട്ട് 10 ദിവസം, ബിക്ക് തനിച്ച് ഒരു ജോലി ചെയ്യാനായിട്ട് 15 ദിവസം എടുക്കുകയാണെങ്കിൽ എക്ക് തനിച്ച് ആ ജോലി ചെയ്യാനായിട്ട് എടുക്കുന്ന സമയത്തെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എക്സ് വൈ ബൈ വൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ ഉപയോഗിക്കും.